പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ആരും പഴയത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടാറില്ല. പുതിയ ബാഗ്, പുതിയ പെൻസിൽ, പുതിയ പേന, പുതിയ പുസ്തകങ്ങൾ, പുതിയ വസ്ത്രം. ഞാൻ പറയട്ടെ, ഇത് മാത്രം പോരാ. ഒരു പുതിയ ഹൃദയം കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കരസ്ഥമാക്കണം. പുതിയ ഹൃദയം. ഈ ചിത്രശലഭത്തെ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങളുണ്ടോ? എല്ലാ കുഞ്ഞുങ്ങൾക്കും ചിത്രശലഭം ഇഷ്ടമാണ്. പക്ഷേ ഈ ചിത്രശലഭത്തിന് ഒരു കഴിഞ്ഞ കാലമുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ഒരു പുഴുവായി തുടങ്ങിയ കാലം. പക്ഷെ ആ പുഴുവിനെ ആർക്കും അത്ര ഇഷ്ടമല്ല. എന്നാൽ ആ പുഴുവിൽ നിന്ന് ഒരു രൂപമാറ്റം സംഭവിച്ച ചിത്രശലഭത്തെ എല്ലാവരും ഇഷ്ടപ്പെടും, വിശേഷിച്ചും കുഞ്ഞുങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ച ആരും പാപം ചെയ്യുന്നില്ല. അവൻ തന്നെ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം വേണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പിരിച്വൽ മെസ്സേജ് ഇതാണ്: നിങ്ങൾ ദൈവത്തിൽ ജനിക്കണം. എങ്ങനെ നമുക്ക് ദൈവത്തിൽ ജനിക്കാൻ കഴിയും മക്കളെ? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ലക്ഷ്യങ്ങളുമായി ചേർത്ത് വെക്കുക. സാധ്യമാണോ? ആഗ്നസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം അവൾക്കൊരു ടീച്ചർ ആകണം. മാത്രമല്ല, നല്ല ഫാഷൻ വസ്ത്രമണിഞ്ഞ് നന്നായിട്ട് ജീവിക്കണം. ഇതാണ് ആഗ്നസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നം. പക്ഷേ ഒരിക്കൽ കൊൽക്കത്തയുടെ തെരുവീഥികളിലൂടെ നടന്നു പോകുമ്പോൾ ആഗ്നസ് ആരുമില്ലാത്ത കുറെ അനാഥ കുഞ്ഞുങ്ങളെ കണ്ടു. അത് അവളുടെ ഹൃദയത്തിൽ ഒരു വേദനയുണ്ടാക്കി. അവൾ ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ ഇന്നു മുതൽ ലളിതമായ ജീവിതം നയിക്കും. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിക്കും. ആ ആഗ്നസ് ആണ് പിന്നത്തേതിൽ മദർ തെരേസയായിട്ട് മാറിയത്. സ്നേഹിതരെ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, പക്ഷെ അത് ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ലക്ഷ്യവുമായി ചേർത്ത് വെക്കാൻ കഴിയുമ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം കിട്ടും. മദർ തെരേസ ഇന്ന് ലോകം അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല, എത്രയോ പേർക്ക് ആ ഒരു ജീവിതം തണലായിട്ട് മാറി. നാമും ഇപ്രകാരം ജീവിതത്തിൽ സമഗ്രമായ വളർച്ച നേടണമെങ്കിൽ ഒരു പുതിയ ഹൃദയം ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. C.S. ലൂയിസ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്ന വാക്കുകൾ വളരെ ശക്തമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മരിക്കണം, അവിടെ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ഉടലെടുക്കണം. അങ്ങനെ ഒരു പുതിയ ഹൃദയം നമുക്കുണ്ടായാൽ നമുക്ക് 3 ബെനിഫിറ്റുകളുണ്ട്. 1, നാം പാപം ചെയ്യത്തില്ല. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നന്മ ഏത് തിന്മ ഏത് എന്നറിയാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. അതിന് ഒരു ഇംഗ്ലീഷ് പദം ഇങ്ങനെയാണ്: ബ്ലറേഡ് കൾച്ചർ. ബ്ലറർ എന്ന് പറയുന്ന ഒരു പദം നമുക്കറിയാമല്ലോ. ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊന്ന് വൈബ്രേറ്റ് ചെയ്താൽ ഒരു കലർപ്പിന്റെ അനുഭവത്തിൽ ഒരു ഫോട്ടോ, മങ്ങിയ അനുഭവത്തിൽ ഒരു ഫോട്ടോ, വ്യക്തതയില്ല. അപ്പൊ ഈ കാലഘട്ടത്തെ അങ്ങനെ ഒരു പേര് കൊണ്ടാണ് വിളിക്കാൻ പഠിതാക്കൾ ശ്രമിക്കുന്നത്, ഒരു മങ്ങിയ കാലഘട്ടം. പണ്ട് പാപമേത് നന്മ ഏത് തിന്മ ഏത് എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ടായിരുന്നു. ഇന്ന് ഈ അതിർവരമ്പുകളെല്ലാം മാഞ്ഞുപോയിരിക്കുന്നു. ഒരു കലർപ്പിന്റെ സ്വഭാവം. ഇവിടെ ഞാൻ നിങ്ങളും പാപത്തിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ, ഒന്നാമതായിട്ട് ഒരു പുതിയ ഹൃദയം, ദൈവത്തിൽ ജനിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. പരീക്ഷ എഴുതുന്ന ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിച്ചു, മനസ്സിലുണ്ട് ഉത്തരം, പക്ഷേ ആ മനസ്സിൽ നിന്ന് വരുന്നില്ല. ആ കുട്ടി പരീക്ഷ എഴുതുന്ന ഡെസ്കും ബെഞ്ചും കിടക്കുന്നത് അധ്യാപകന്റെ മേശയുടെ തൊട്ടടുത്താണ്. പക്ഷെ ആ ഉത്തരം മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിലുണ്ട്. ഒന്ന് മറിച്ചാൽ കാണാൻ കഴിയും. ആ കുട്ടിയുടെ മനസ്സിന്റെ അകത്തൊരു സംഘർഷം, വേണോ വേണ്ടയോ. അവസാനം ആ കുഞ്ഞൊരു തീരുമാനമെടുത്തു, തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ, മാർക്ക് കുറയുന്നെങ്കിൽ കുറയട്ടെ, എന്റെ വ്യക്തിത്വത്തെ ഞാൻ നശിപ്പിക്കത്തില്ല.
പാപത്തിൽ വീഴാത്ത ജീവിതങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സമൂഹം ഒത്തിരി തെറ്റായ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കും. തെറ്റായ പ്രലോഭനങ്ങൾ നമ്മുടെ മധ്യത്തിൽ വരും. ഇവിടെ ശരി ഏത് തെറ്റ് ഏത് എന്ന് അറിയാൻ നമ്മുടെ മധ്യത്തിൽ എപ്പോഴും അപ്പനും അമ്മയും അധ്യാപകരൊന്നും കാണത്തില്ലെന്നേ ഇതൊക്കെ വേർതിരിച്ചു തരാൻ. ഈ ദൈവത്തിൽ ജനിക്കുന്ന അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, പാപത്തെ മനസ്സിലാക്കി പാപത്തെ വീഴാതെ നമ്മുടെ മക്കൾ വളരും. ഈ അധ്യയന വർഷത്തിൽ ദൈവത്തിൽ നമ്മൾ ജനിക്കണം. ഒരു പുതിയ ഹൃദയം, പുതിയ ബാഗും പുതിയ പുസ്തകങ്ങളും പുതിയ വസ്ത്രങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ ആ ദൈവത്തിൽ ജനിച്ച പുതിയ ഒരു അനുഭവത്തോടുകൂടെ ഈ അധ്യയന വർഷത്തിലേക്ക് പോകാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. 2, അവൻ തന്നെ സൂക്ഷിക്കും. ആരാണ് എന്റെ കാവൽക്കാരൻ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്: ഞാനാണ് എന്റെ കാവൽക്കാരൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്റെ മാതാപിതാക്കളോ എന്റെ അധ്യാപകരോ ഇനി എന്റെ നല്ലത് കാംക്ഷിക്കുന്നവരോ എപ്പോഴും കാണത്തില്ല. വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ഒരു സ്പേസിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പേസ്, അദ്ദേഹം പറയുന്ന സ്പേസ് പ്രോബ്ലത്തിനും വ്യക്തിക്കും ഇടയിലുള്ള ഒരു സ്പേസ് ആണ്. ഞാനൊരു ഉദാഹരണത്തിലൂടെ ആ സ്പേസിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. പരീക്ഷാ കാലഘട്ടമാണ്. ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്നു, ശ്രദ്ധയോടെ പഠിക്കുന്നു. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മൊബൈൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ. ഒറ്റ നോട്ടത്തിൽ ആ നോട്ടിഫിക്കേഷൻ എന്തെന്ന് മനസ്സിലായി. ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ ഇതാണ്: തന്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു റീൽസ് ഇട്ടിരിക്കുന്നു, പുതിയ റീൽസ്. നോട്ടിഫിക്കേഷൻ വന്നു. ഈ നോട്ടിഫിക്കേഷൻ മാറ്റിവെക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് ഈ ലോകത്തിന്റെ ഒരു അനുഭവമാണ്. പക്ഷേ ഇവിടെ ഈ വ്യക്തി, ഈ പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ആ പ്രോബ്ലത്തിനും ആ നോട്ടിഫിക്കേഷനും തനിക്കുമിടയിൽ ഒരു സ്പേസ് ഉണ്ട് ചിന്തിക്കാൻ. ഇപ്പോൾ ഞാനിത് കാണണമോ വേണ്ടയോ? ഒരു പക്ഷെ ഇപ്പോൾ ആ ഒരു റീൽസ് കണ്ടു തുടങ്ങിയാൽ 1-2 മണിക്കൂർ നാം അറിയാതെ മറ്റു റീൽസുകൾ, അനുബന്ധ റീൽസുകൾ വരും, പഠനം നഷ്ടപ്പെടും. അപ്പൊ ആ സ്പേസിൽ ദൈവത്തിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ തീരുമാനം എന്താണെന്നറിയാമോ? ഇത് എന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ റീൽസ് എന്റെ ഉറ്റ സുഹൃത്ത് ഇട്ടതാണ്, പക്ഷേ അവിടെ നിന്ന് തുടങ്ങിയാൽ 1-2 മണിക്കൂർ എന്റെ പഠിക്കേണ്ട സമയം നഷ്ടപ്പെടാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ എന്നെ സൂക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. അത് മാറ്റിവെക്കും. ആ സ്പേസിൽ എടുക്കുന്ന തീരുമാനം, സ്പേസിന് വളരെ പ്രാധാന്യമുണ്ട്. അവൻ തന്നെ സൂക്ഷിക്കും. 3, ദുഷ്ടൻ അവനെ തൊടത്തില്ല. ദുഷ്ടൻ അവനെ തൊടത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു പ്രലോഭന ശക്തികളുടെയും നിയന്ത്രണത്തിൽ ഞാൻ വീഴത്തില്ല. ഇന്നത്തെ തലമുറ തൊട്ടാവാടികളാണ്. മനസ്സ് പെട്ടെന്ന് മുരടിച്ചു പോകുന്ന, മരവിച്ചു പോകുന്ന, മടുത്തു പോകുന്ന മക്കളാണ് ഇന്നത്തെ മക്കള്. അതിഗംഭീരമായി തിളങ്ങി നിൽക്കുന്ന സമയത്ത് വിമർശനത്തിന്റെ ഒരു മുന സോഷ്യൽ മീഡിയയിലോ മറ്റിടങ്ങളിലോ പ്രത്യക്ഷപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യാൻ വരെ മടിയില്ലാത്തൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സ്നേഹിത, ഈ ദുഷ്ടന്റെ അമ്പുകൾ എപ്പോഴും നമ്മെ ആക്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അത് തൊടാൻ ഞാൻ അനുവദിക്കരുത്. ദുഷ്ടൻ തൊടത്തില്ല എന്ന് പറഞ്ഞാൽ അവന്റെ നിയന്ത്രണത്തിൽ ഞാൻ വീഴത്തില്ല. ഞാനൊരു പരീക്ഷണം പറയട്ടെ. കുറച്ച് ഇരുമ്പാണികൾ കടൽപ്പുറത്തെ മണലിലിടുക. എന്നിട്ട് മണലും ഈ ആണികളും തമ്മിൽ മിക്സ് ചെയ്യുക. ചെറിയ ആണികളൊക്കെ പെറുക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഒരു കാന്തം ആ മണൽ ഭാഗത്തൂടെ ഒന്ന് പരതി നടത്തിയാൽ നിശ്ചയമായും ഇരുമ്പാണികളെല്ലാം ആ കാന്തത്തിൽ ആകർഷിക്കപ്പെടും. ഒരു മണൽത്തരി പോലും അതിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. ഇതിൽ നിന്ന് മനസ്സിലായി? ദൈവമാകുന്ന ഒരു ആകർഷണം എനിക്കുണ്ടെങ്കിൽ ഞാനും ദൈവവുമായി എപ്പോഴും ചേർന്നിരിക്കും. ഒരു ദുഷ്ടനും അവിടെ സ്പർശിക്കാൻ പോലും പറ്റത്തില്ല. ഒരു ദുഷ്ടന്റെയും നിയന്ത്രണത്തിൽ ഞാൻ ജീവിക്കത്തില്ല. 2026 ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചിരിക്കാം, പുതിയ ബാഗുകൾ വാങ്ങിച്ചിരിക്കാം, പുതിയ പാഠ്യപുസ്തകങ്ങൾ വാങ്ങിച്ചിരിക്കാം.
ഒരു സമഗ്രമായ വളർച്ച നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾ സൂക്ഷിക്കണം. ആ പുതിയ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിൽ ജനിക്കുക എന്നുള്ളത് തന്നെയാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞൊരു ദൈവം എനിക്ക് നിങ്ങൾക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയാശംസകൾ. കഠിനമായിട്ട് പഠിക്കാൻ, ആവേശത്തോടെ പഠിക്കാൻ, പഠനം ഒരു ആരാധനയാക്കി മാറ്റാൻ സർവശക്തി നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തിൽ വീഴാതെ തന്നെത്താൻ സൂക്ഷിച്ച് ദുഷ്ടൻ തൊടാതെ സമൂഹത്തിൽ സാക്ഷ്യമുള്ള മക്കളായി നമുക്ക് മുന്നേറാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ.